Dream 720 is going to come true within 9 days. Yes, Dream 720യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ യാത്രയുടെ ഏതാണ്ട് പൂർണ്ണമായിട്ട് ഒരു 90% നമ്മൾ പൂർത്തീകരിച്ച് മെയ് 5 നമ്മൾ എത്തുന്നു. 9ാമത്തെ ദിവസം നമ്മൾ മെയ് 5 നീറ്റ് ഇതാ അന്വർത്ഥമാവുകയാണ്. നമുക്ക് കടന്നു പോകേണ്ട വഴിത്താരകൾ നമ്മൾ പലവിധ രീതികളിൽ പലവിധ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു. ഇനിയുള്ള 8 ദിവസങ്ങളുടെ നമ്മളുടെ ഒരു യാത്ര എങ്ങനെയായിരിക്കണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ക്ലാസ് മെൻറ്റേഴ്സിനോടും ഒക്കെയുള്ള ഒരു അഭ്യർത്ഥനയും കൂടി. കാരണം നീറ്റ് അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് അല്ലെ. ബാക്കിയുള്ള എല്ലാ മേഖലകൾക്കും അപ്പുറം ഡോക്ടർ എന്നുള്ള ആ ഒരു സർനെയിം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നമ്മളുടെ യാത്ര, നമ്മളുടെ ജീവിതചര്യകൾ പോലും അതിനായിട്ട് നമ്മൾ മാറ്റിവെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് 720 സാർത്ഥകമായേ തീരൂ. നമുക്കറിയാം ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ രക്ഷിതാക്കളുടെ അടുത്തേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റും എല്ലാ ലോങ് ടൈം ആണെങ്കിലും റെസിഡൻഷ്യൽ ആണെങ്കിലും റിപ്പീറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും കുട്ടികൾ രക്ഷിതാക്കളുടെ അടുത്തേക്ക് തിരികെ എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെയധികം NCERTയുടെ തിയറി ക്ലാസ്സുകളിലൂടെ പോയി, മോഡൽ എക്സാമുകളിലൂടെ പോയി, ടെൻഷൻ്റെയും അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയങ്ങളുടെയും ഒക്കെ പല പല അപ്പ് ആൻഡ് ഡൗണിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിച്ചു എന്നറിയാം. ഇപ്പം നമ്മുടെ കുട്ടികളെ ഒന്ന് തട്ടി ഉണർത്തിയാൽ, ഒന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. അവർക്ക് ഈ ടെൻഷൻ്റെയും അല്ലെങ്കിൽ ഈവൻ നീറ്റ് എന്ന് പറയുന്ന ആ ഇത്രയും നാളത്തുള്ള ആങ്സൈറ്റിയോടുള്ള ആ സമീപനത്തിൻ്റെ ഒക്കെ ഒരു മറ്റൊരു ലെവലിലായിരിക്കും ഓൾമോസ്റ്റ് കുട്ടികളും. കാരണം ഇപ്പോൾ നിൽക്കുന്ന ഒരു ദിവസത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ നീറ്റിനെക്കുറിച്ചോ ഒന്നും ഒരു അല്പം ചാപ്റ്ററുകളെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ അവർ മറന്ന ഒരു രീതിയിലായിരിക്കാം അവരുടെ പ്രതികരണം. സ്ഥലകാല ബോധം പോലും അത് തന്നെ അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതല്ല, ഒരു പരിധിവരെ തിരിച്ചറിയാൻ മേലാത്ത ഒരു സമയത്തിലൂടെ ആയിരിക്കാം നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. അപ്പം ഇനിയുള്ള 8 ദിവസങ്ങളിൽ എത്രത്തോളം മെച്ചുറായിട്ട് നമ്മൾ രക്ഷിതാക്കളും ക്ലാസ് മെൻറ്റേഴ്സും ഒക്കെ ഈ ഒരു അവസ്ഥയെ, കാരണം ഇതെല്ലാവരും കടന്നു പോകുന്നതാണ്, ഒരു കുട്ടിയോ 1-2 കുട്ടികളോ അല്ല. കാരണം വളരെ നന്നായിട്ട് തയ്യാറെടുത്ത് അതിൻ്റെ പല പീക്ക് പോയിന്റുകളിലൂടെയും കടന്ന് നമ്മളിപ്പോൾ ഒരു സമതലത്തിലൂടെ സഞ്ചരിച്ചാണ് നമ്മൾ മെയ് 5 എത്തേണ്ടത്. അതാണ് നമുക്ക് ഇന്ന് ടീച്ചറോട് ചോദിച്ചറിയാനുള്ളത്. ഇനി വരുന്ന 8 ദിവസങ്ങളിൽ നമുക്ക് അധികം സ്ട്രെസ് ചെയ്തോ സ്ട്രെയിൻ ചെയ്തോ ഒന്നുമുള്ള പാഠഭാഗങ്ങളിലൂടെ അല്ല കടന്നു പോകേണ്ടത്. എന്താണ് നമ്മളുടെ 8 ദിവസത്തെ ഒരു പാക്കേജ്? സാർ, 8 ദിവസത്തിൽ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇവിടെയാണ്. സാർ പറഞ്ഞു തുടങ്ങിയതുപോലെ പല കുട്ടികളും ഏറ്റവും നന്നായിട്ട് പഠിച്ച് എല്ലാം അറിയാം, ഫുൾ മാർക്ക് വാങ്ങിച്ച കുട്ടികൾ പോലും ഞാൻ ആ പാഠഭാഗം മറന്നു പോകുമോ, മറന്നു പോയോ, എനിക്ക് ഈ ഫോർമുല ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ, ഈ കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകളിലൂടെ അവർ കടന്നു പോകുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ അവരോട് കൃത്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഒന്നും മറന്നു പോയിട്ടില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ടെൻഷൻ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ്. ഇനി ആ തോന്നൽ ഒരിക്കലും നമ്മളെ വിഴുങ്ങാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഇനിയുള്ള 8 ദിവസവും നമ്മുടെ കയ്യിലുള്ള ഷോർട്ട് നോട്ടുകൾ നമുക്കൊന്ന് ബ്രഷപ്പ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്ന ഒരു സമയത്ത് എല്ലാ ദിവസവും നിങ്ങളുടെ കയ്യിലൊരു ഫോർമുല ബുക്ക് ഉണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് മറിച്ച് നോക്കി എല്ലാ ദിവസവും അതൊന്ന് പോളിഷ് ചെയ്ത് വെക്കുക. ഇനി അങ്ങനെ ഫോർമുല ബുക്ക് എഴുതി വെച്ചിട്ടില്ലാത്തവർ അതിനുവേണ്ടി ഓടണ്ട. നമ്മുടെ ബ്രെയിൻ പോയിന്റർ, ഫിംഗർ ടിപ്സ് അങ്ങനെയുള്ള ഷോർട്ടായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ബ്രില്യൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ എല്ലാ ദിവസവും ഒന്ന് കണ്ണോടിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വേറെയും ഒരു തീർച്ചയായിട്ടും കാരണം വ്യക്തമായിട്ടാണ് നമ്മൾ പോയിന്റുകൾ പറയുന്നത്. ദയവായിട്ട് അതിലൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇനി ചില കുട്ടികളെങ്കിലും ചോദിച്ചിട്ടുണ്ട്, കൂടുതലായിട്ടുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഫിസിക്സിന്, കെമിസ്ട്രിക്ക് അങ്ങനെ കൂടുതലായിട്ട് ഏതിനെങ്കിലും ഞങ്ങൾ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി പരീക്ഷകളുടെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനി വരുന്ന സമയം ഇതിൻ്റേതല്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠഭാഗങ്ങളെ ഒന്ന് പോളിഷ് ചെയ്യുകയാണ്. കാരണം ഇനി പുതിയതായിട്ട് എടുത്ത് മോഡലുകൾ ചെയ്യുകയോ പുതിയതായിട്ടുള്ള മേഖലകൾ തേടിപ്പോവുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കഴിഞ്ഞ പാഠഭാഗങ്ങൾ, പ്രത്യേകിച്ചും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ ഇൻഓർഗാനിക് മേഖലകൾ, NCERT ബയോളജികളിലൊക്കെ നമ്മൾ കണ്ട ചാപ്റ്ററുകൾ, പഠിച്ച ചാപ്റ്ററുകൾ, നമ്മുടെ ഷോർട്ട് നോട്ടുകൾ, അതിലൂടെ ഉള്ള ഒരു യാത്രയായിരിക്കണം എന്നാണ് ടീച്ചർ ആദ്യം പറഞ്ഞത്. അടുത്തതായിട്ട് സാർ പറയാനുള്ളത്, ഇവർക്ക് തന്നെ ഇപ്പോൾ ഫിസിക്സിന് ചിലപ്പോൾ ഇവർ നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ് എനിക്ക് അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ ബയോളജിയിൽ ഇച്ചിരി കുറയുന്നു എന്ന് കരുതി ഇവർ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ ബയോളജിയിലേക്ക് കൊടുക്കുകയും ഫിസിക്സിനെ അല്ലെങ്കിൽ കെമിസ്ട്രി സബ്ജക്റ്റിനെ മാറ്റി വെക്കുന്നതുകൊണ്ട് ചില കുട്ടികൾ തിരിച്ചാണ്. ഇപ്പോൾ ബയോളജിക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ ഓക്കെ ബയോളജി അന്ന് മതി, അങ്ങനെയല്ല.
ഇനി വരുന്ന ഓരോ ദിവസവും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരേ ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പോളിഷ് ചെയ്തുകൊണ്ടേയിരിക്കണം. പുതുതായിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനോ പുതിയ ചാപ്റ്ററുകൾ പഠിച്ചെടുക്കാനോ ഇനി ഞാൻ ഇതുവരെ പഠിച്ചില്ല ഇനി പഠിക്കാം എന്ന് കരുതി ഈ ഒരു സമയത്ത് ഹറിബറിയിൽ വെപ്രാളം കാണിച്ച് പഠിക്കാനോ ബഹളം വയ്ക്കാനോ അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിച്ച് അവരുടെ മറുപടി കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കാനോ ഒന്നും പോണ്ട. നിങ്ങളുടെ കയ്യിലുള്ള കോൺസെപ്റ്റ് കൃത്യമായിട്ട് ദിവസവും മറിച്ച് നോക്കുക. ബയോളജിയുടെ കാര്യത്തിലാണെങ്കിൽ NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു നേരമെങ്കിലും ഡെയിലി എന്നാണ് പറഞ്ഞത്, നിങ്ങളത് മറിച്ച് നോക്കിയേ പറ്റൂ. ഇനി നിങ്ങൾക്കത് പെട്ടെന്ന് അത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ച് എല്ലാം കൂടി മറിച്ച് നോക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഓഡിയോ ബുക്ക് കേൾക്കുകയോ ഒരു പേജ് എടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് എന്താണ് കണ്ടന്റ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലെത്തും. ഇനി അഥവാ എത്തിയില്ലെങ്കിൽ ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ച പേജ് മറിക്കുന്നത് പോലെ ഡെയിലി ഇതിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം. ഒരു സബ്ജക്റ്റിനെയും നിങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് കരുതിയോ എനിക്കിത് ഒട്ടും അറിയില്ല എന്ന് കരുതിയോ മാറ്റി വെക്കാൻ പാടില്ല. ഇനിയുള്ള 8 ദിവസങ്ങളിലും നിങ്ങൾ ഈ 3 സബ്ജക്റ്റുകളിലൂടെയും കണ്ണോടിക്കാനുള്ള ഒരു ടൈം ടേബിൾ തീർച്ചയായിട്ടും. കാരണം മൊത്തം നമ്മൾ എത്ര സമയമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടും അതിനെ ഈക്വൽ ആയിട്ടൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി ഈ 4 ചാപ്റ്ററുകളും നമ്മൾ എല്ലാ ദിവസവും അത് ഏതൊക്കെയാണോ ഈ രീതികൾ നമുക്ക് ബ്രെയിൻ പൗണ്ടർ ആവാം അല്ലെങ്കിൽ NCERT ആവാം, നമ്മുടെ മോഡലുകളായിരിക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളായിരിക്കാം, ദയവ് ചെയ്ത് എല്ലാ ചാപ്റ്ററുകൾക്കും അത് ഏത് മാർക്കിൽ നിൽക്കുന്നവരും 200 നിൽക്കുന്നവരോ 400 നിൽക്കുന്നവരോ 650 നിൽക്കുന്നവരോ 700 നിൽക്കുന്നവരോ ചെയ്യേണ്ടത് ഒരേ പാറ്റേൺ തന്നെയാണ് ചെയ്യേണ്ടത്. 4 സബ്ജക്റ്റുകൾക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പഠിക്കേണ്ടത്. മോഡലുകളിലോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, ഇനി നമുക്ക് എല്ലാ ദിവസവും മോഡലുകളിലോട്ട് പോവുകയാണ്. അതിനകത്ത് ഇവിടെ നടക്കുന്ന മോഡലുകൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ്. നമ്മൾ നീറ്റിൻ്റെ അതേ ടൈമിങ്ങിൽ അതേ പാക്കേജിൽ ഏതാണ്ട് ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന മോഡലുകളാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രിപ്പറേറ്ററി മോഡലുകൾ ഏറ്റവും നല്ല ഒരു സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അതെ തീർച്ചയായിട്ടും, കാരണം അതും വേണം നമുക്ക് ഏറ്റവും നന്നായിട്ട് സബ്ജക്റ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട്. പ്രിപ്പറേറ്ററി മോഡൽ നമ്മൾ ഒരു ലെവൽ മുകളിലാണ് നടത്തുന്നത്, പക്ഷെ അത് നമ്മൾ കംഫർട്ട് റീജിയനിൽ ഇരുന്ന് നമ്മുടെ വീട്ടുകളിലിരുന്നാണ് എഴുതുന്നത്. മറ്റേ എക്സാം നമ്മൾ മോഡൽ എക്സാം ഡെയിലിയുള്ള മോഡൽ എക്സാമുകൾ നിങ്ങൾക്ക് ഏറ്റവും ഒരു സിമ്പിൾ ആയിട്ടുള്ള NCERT ഡയറക്റ്റ് വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇതിനപ്പുറത്തേക്ക് നമുക്കിനി പ്രീവിയസ് ഇയറിൻ്റെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. അതല്ലാതെ പുതിയ മോഡലുകൾ നിങ്ങൾ തേടി പോകേണ്ടതായിട്ടില്ല. ഒരു മോഡൽ എന്തായാലും നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, പ്ലസ് പ്രിപ്പറേറ്ററി മോഡലും ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ ആവശ്യമുള്ളൂ. പിന്നെ അതിനെ ഈ എപ്പോഴും പറയുന്ന പോലെ ഇതൊന്ന് പോളിഷ് ചെയ്ത് ഏറ്റവും അവസാനം ഒന്നൊന്ന് മറിച്ച് നോക്കാനുള്ള സമയങ്ങളാണ് ഇനി എടുക്കേണ്ടത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം, ഇപ്പം പറഞ്ഞതുപോലെ ഇവരെല്ലാവരും വീട്ടിലാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഒരു സ്ലീപ്പ് പാറ്റേൺ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് കാണാതിരുന്നിട്ടായിരിക്കും മക്കളുടെ ഒരു സ്ലീപ്പ് പാറ്റേണോ അല്ലെങ്കിൽ ഇവരുടെ ഒരു സ്റ്റഡി മെത്തേഡ്സോ ഒക്കെ പാരൻസ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എക്സാമിന് ഏകദേശം 9 ദിവസം മാത്രം ബാക്കിയിരിക്കെ ഇങ്ങനെയാണോ നീ ഇത്രയും നാൾ പഠിച്ചത്, ഇങ്ങനെ അല്ല പഠിക്കേണ്ടത്, ഈ മെത്തേഡിൽ പഠിച്ചത് കൊണ്ടാണ് നിനക്ക് മാർക്ക് കുറഞ്ഞത്, നീ ഇങ്ങനെ അല്ല പഠിക്കേണ്ടത് എന്നുള്ള ഒരു കമന്റ് അല്ലെങ്കിൽ അതിനുവേണ്ടി കുട്ടികളെ ഇനി അവരുടെ രീതി മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ട. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീട്ടിലായിരുന്നെങ്കിൽ ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റലിൽ ഓരോ കുട്ടിയും ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിച്ചു വന്ന ഒരു പാറ്റേൺ ഉണ്ട്. അത് നമ്മൾ ഉടനെ ചാടി ഇനി 9 ദിവസമേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചാൽ പോരാ, നീ ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞത് മാറ്റാൻ നിർത്തണ്ട. തീർച്ചയായിട്ടും, കാരണം ഉപദേശങ്ങളുടെ ഒരു സമയമല്ല ഇനിയുള്ള 8 ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ടാണ്, പ്രത്യേകിച്ചും അമ്മമാരോടാണ്. നിങ്ങൾ ഒരിക്കലും ചെയ്യുന്നത് മോശമാണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ ഇനി ഉപദേശങ്ങളുടെ സമയമല്ല. ഞങ്ങൾക്ക് കുറച്ച് വറീസ് കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഓവർ ടെൻഷൻ ആങ്സൈറ്റി കാരണം നമ്മൾ പറഞ്ഞു പോകും, നീ എപ്പോഴും ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ നീ പോയി ബയോളജി വായിക്ക്, നീ കെമിസ്ട്രി പഠിക്കുക, അങ്ങനെ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യണ്ട. അവരെന്താണോ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സോൺ, അവർക്ക് എന്താണോ അവർക്ക് തോന്നുന്നത് അത് ചെയ്യുന്നതായിരിക്കും ഇനി കുറച്ചുകൂടെ നല്ലത്. കാരണം മാർക്കിനെ കുറിച്ചും റാങ്കിനെ കുറിച്ചും കോളേജിന്റെ അഡ്മിഷൻ രീതികളെ കുറിച്ചും മറ്റുള്ളവർക്ക് കിട്ടുന്ന റാങ്കിനെ കുറിച്ചും ഉള്ള ചർച്ചകളെല്ലാം തൽക്കാലത്തേക്ക് ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് മാറ്റിവെച്ചിട്ട് ഏറ്റവും നല്ലൊരു നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും നല്ല മഹനീയമായ ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകുന്നു. അതിന് നമ്മൾ ഓരോരുത്തരും എത്ര മെച്യൂരിറ്റിയോടുകൂടി എത്ര ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നു. അച്ഛനും അമ്മയും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതായിട്ടുണ്ട്, കുട്ടി അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്തത്തിലേക്ക് നമ്മൾ പോകുന്നു. ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾ മെയ് 5 കണക്കാക്കാവുള്ളൂ. ഏത് മാർക്കിംഗ് രീതികൾ ഏതൊക്കെ സ്ട്രീമിൽ നിൽക്കുന്ന
കുട്ടികളാണെങ്കിലും ആ ഒരു രീതിയിൽ നിങ്ങൾ നീറ്റ് എക്സാമിനെ കാണണം. ഇതുവരെ നമുക്ക് പഠിച്ച പാഠഭാഗങ്ങളുടെയും ആ പരീക്ഷകളുടെയും ഒക്കെ ഏറ്റവും നല്ലൊരു സത്ത് അത് നമുക്ക് മെയ് 5-ാം തീയതി ഉപയോഗിക്കാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഡ്രീം 720 അർത്ഥമാക്കുന്നതും അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞതുമാണ്, അർത്ഥമാക്കുന്നതും അതുതന്നെയാണ്. നമ്മളുടെ കഴിവിനനുസരിച്ച് ഏറ്റവും നല്ല സ്മാർട്ടായിട്ട് അന്ന് ചെയ്യാനായിട്ട് സാധിക്കണം. കാരണം എത്രത്തോളം നമ്മൾ പരിശീലിച്ചെങ്കിലും നമ്മൾ അന്ന് കളിക്കളത്തിൽ ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ കളി അറിഞ്ഞ് ചെയ്യേണ്ട സമയത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഏറ്റവും നന്നായിട്ട് കളിക്കേണ്ട ഒരു സമയവും കൂടി വരുന്നുണ്ട്. അതിലും നമുക്ക് ധാരാളം മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ളൊരു മെത്തേഡുകളുണ്ട്. അപ്പം അതിനായിട്ട് ആരോഗ്യകരമായിട്ട് ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടി നമുക്ക് സമീപിക്കുകയും ചെയ്യണം. അതിൽ ആരോഗ്യ കാര്യങ്ങളും ഭക്ഷണ കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ചും വീട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല, നല്ല ഫുഡൊക്കെ കിട്ടും എന്ന് വിചാരിച്ച് ഒരുപാട് കാലോറി അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഈ പറയുന്ന പോലെ അമ്മയുടെ ഫുഡൊക്കെ മിസ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്. അങ്ങനെ വാരി വലിച്ച് കഴിക്കുകയും വേണ്ട എന്ന് കരുതി ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എൻ്റെ സമയം പോകും എന്ന് കരുതിക്കൊണ്ട് ഒരിക്കലും നിങ്ങൾ പഠിക്കാനിരിക്കരുത്. ഏറ്റവും ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കേണ്ട സമയമാണിപ്പോൾ. മാത്രമല്ല ഈ ക്ലൈമറ്റ് മാറുന്നു, നമുക്കുണ്ടാകുന്ന സ്ട്രെസ്, ആങ്സൈറ്റി ഇതെല്ലാം വിശപ്പ് കുറയ്ക്കും. സോ നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എൻ്റെ ആരോഗ്യം സാറ് പറഞ്ഞ പോലെ നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ആ ഒരു ദിവസം അവിടെ ഇറങ്ങി അന്ന് കളിക്കുക എന്നുള്ളത്, അന്ന് ആ ഒരു OMR കിട്ടുമ്പോൾ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ബബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിന് ഫിറ്റ്നസ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫുഡ് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് തന്നെ നിങ്ങൾ കഴിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. ഒരു തരത്തിലും ഉറക്കം കുറയ്ക്കരുത്. പല കുട്ടികളും ഇപ്പോൾ വന്ന് പറയുന്നുണ്ട്, മിസ്സേ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഉറങ്ങാതെ എണീറ്റ് നടക്കും, അപ്പോൾ ആ സമയത്ത് പഠിക്കും. ഞാൻ അപ്പോഴും അവരോട് പറയുന്നു, നിങ്ങളോടും പറയുന്നു, നിങ്ങൾ ബെഡ് ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾ ബെഡിൽ കിടന്നിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ബെഡിൽ നിന്ന് എണീറ്റ് പോയി പഠിക്കണ്ട. ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ NCERT വായിക്കാമെന്ന് പറഞ്ഞ് എണീറ്റ് പോയി പഠിക്കണ്ട. ഉറക്കം വരാതെ കുഞ്ഞ് കിടക്കുന്നത് കണ്ടാൽ ആ മോളെ നിനക്ക് ഉറക്കം വരുന്നില്ല എന്നാൽ പോയിരുന്ന് പഠിക്കുന്ന പറയണ്ട. പകരം അവളുടെ അടുത്ത് അല്ലെങ്കിൽ അവന്റെ അടുത്തിരുന്ന് മോനെ ഉറങ്ങിക്കോ എന്ന് പറയണം. തീർച്ചയായും റെസ്റ്റ് കൊടുക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും റെസ്റ്റ് കൊടുക്കണം. 6 മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവൻ ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ പോലും റെസ്റ്റ് കൊടുക്കുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെഡ് ടൈം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബെഡ് ടൈം. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വേണ്ട, നിങ്ങൾ കണ്ണടച്ച് ബെഡിൽ തന്നെ കിടക്കൂ. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ എന്നാ എണീറ്റ് നടക്കാമെന്ന് വിചാരിക്കരുത്. എണീറ്റ് ആ സമയം കൂടെ പഠിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം ആ സമയം നിങ്ങൾ പഠിക്കുന്നത് അത്രയും സ്ട്രെനുവസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നതൊന്നും തന്നെ നിങ്ങളുടെ ബ്രെയിൻ എടുക്കുകയുമില്ല, അത് പിന്നീട് അവൻ പറഞ്ഞു തരികയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പർ റെസ്റ്റ് വേണം, നല്ല ഫുഡ് വേണം, പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇതിലെല്ലാം അപ്പുറം നമ്മൾ മാനസികമായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കണം. തീർച്ചയായിട്ടും. കാരണം എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം. മെയ് 5-ാം തീയതി ആണെങ്കിൽ പോലും അന്ന് വരുന്ന നമ്മുടെ എക്സാമിനേഷനെയും സൂപ്പർവൈസറെയും ഒക്കെ ഏറ്റവും സന്തോഷത്തോടുകൂടി അവരിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മേടിക്കുവാനും നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നവരായിട്ട് ഏറ്റവും നല്ലൊരു പുഞ്ചിരിയോടുകൂടി തന്നെ നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിലും ആ ഓവർ ആങ്സൈറ്റി മാറ്റിവെച്ചിട്ട് എല്ലാവരുമായിട്ട് ഏറ്റവും നന്നായിട്ട് ഇടപഴകുകയും ചെയ്യണം. നമ്മൾ വീടിൻ്റെ അകത്തെ മുറികളിലോട്ട് ഒതുങ്ങാതെ, അടച്ചിട്ട മുറിയിലോട്ട് മാറിപ്പോകാതെ എല്ലാവരുമായിട്ട് ഇടപഴകി ഏറ്റവും തുറന്നിട്ട മുറികളിൽ വന്നിരുന്ന് എല്ലാവരോടും ഒപ്പം ഏറ്റവും നല്ല വെളിച്ചവും വായുവും ഒക്കെ കിടക്കുന്ന ഒരു മുറിയിൽ ഏറ്റവും ആരോഗ്യത്തോടെ കഴിയുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഈ വരുന്ന ഒരാഴ്ച. ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ നമ്മൾ മാറ്റി വെക്കണമെങ്കിലും കുറച്ച് സമയം നമ്മൾ അമ്മയോടോ നമ്മുടെ സഹോദരനോടോ സംസാരിക്കാനും, ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും അല്ലെങ്കിൽ വെളിയിലെങ്കിലും ഒക്കെ വന്നിരിക്കാനും, നമ്മൾ ഒരു അടച്ചിട്ട മുറിയിൽ തന്നെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം നടക്കരുത്. കുഞ്ഞങ്ങനെ ഇരുന്ന് പോയാൽ കുഞ്ഞിന്റെ അടുത്ത് ചെന്ന് കുറച്ചൊന്ന് സംസാരിക്കാൻ, അല്ലാതെ ഞാൻ അവിടെ ചെന്നിരുന്നാൽ അവൾ ഡിസ്റ്റർബ്ഡ് ആകുന്നതായിരിക്കും നമ്മൾ അമ്മമാർ കരുതുന്നത്. ഡിസ്റ്റർബ്ഡ് അല്ല, കുറച്ച് സമയമെങ്കിലും, ഒരുപാട് സമയം അതിലാട്ട് എൻഗേജ്ഡ് ആയി കളിച്ച് നടക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. എങ്കിൽ പോലും കുഞ്ഞിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്, അത് എന്തായാലും ഫിസിക്കൽ ആൻഡ് മെന്റൽ ബോഡിക്ക് അത് കിട്ടിയേ പറ്റൂ, അത് കൊടുക്കാനുള്ള ഒരു ശ്രമം. അത് നിങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു റൂമിൽ ഒരു കസേരയിൽ ഒരു മേശയിൽ ഇരുന്ന് കൃത്യമായിട്ട് പഠിക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഒന്ന് എണീറ്റ് നടക്കുകയോ, അപ്പുറത്തെ റൂമിലുള്ള കുട്ടി പഠിക്കുന്നില്ല അയാളും ഫ്രീ ആണെങ്കിൽ ഇടയ്ക്കൊന്ന് എന്നൊരു ഹായ് പറഞ്ഞ് സംസാരിക്കാനോ, ഒന്ന് മുഖം കഴുകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ
മെന്ററിന്റെ അടുത്ത് 2 കൊച്ചു വർത്താനം പറയാനോ ഒക്കെ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. നിങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ അങ്ങനെയുള്ള ആക്ടിവിറ്റികളും കൂടെ ചെയ്തിട്ട് വേണം ഇരുന്ന് പഠിക്കാൻ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അങ്ങനെ ത്രൂ ഔട്ട് ഇരുന്ന് പഠിക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ബ്രെയിനിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഒരു റെസ്റ്റ് കൊടുത്ത് അവനെ ഒന്ന് റിലാക്സ് ചെയ്താലേ സമയത്ത് ഈ കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം പുള്ളിക്കാരൻ നമുക്ക് തിരിച്ചു തരൂ. അപ്പൊ അവനെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഗ്രാഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ജൂൺ മുതൽ നോക്കിക്കഴിഞ്ഞാൽ പല അപ്പ് ആൻഡ് ഡൗൺസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജനുവരിയിൽ നമ്മൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യങ്ങളും മാർച്ചും ഏപ്രിലും ഒക്കെ നമ്മൾ 1000-ലധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞെങ്കിൽ ഇതാ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈനിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമുക്കിനി അപ്പും ഡൗണും ഒന്നുകളുമില്ല. നമ്മൾ ഏറ്റവും നിൽക്കുന്ന മേഖലയിൽ അത് നമുക്ക് തിരിച്ചറിയണം. നമ്മൾ ഓരോ വ്യക്തിയും എന്താണോ അതിൽ നിന്ന് ചില ക്രാക്സ് ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഒന്ന് പോളിഷ് ചെയ്ത് അവനവൻ്റെ ഏറ്റവും നല്ല ഷൈൻ ചെയ്യുന്ന രീതിയിൽ ഓരോ ഡയമണ്ട് ആണെങ്കിലും ഓരോ ജെംസ് ആണ് നമ്മളെല്ലാവരും. അത് ഏറ്റവും മിന്നിത്തിളങ്ങുന്ന രീതിയിൽ തന്നെ ഒന്ന് പോളിഷ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനിയോ നമുക്ക് അഡ്മിറ്റ് കാർഡ് വരാറായി അല്ലേ? നമുക്ക് ഈ 30-ാം തീയതിയോടുകൂടി നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് എടുക്കുന്ന സമയമായിരിക്കുന്നു. ആപ്ലിക്കേഷനെ കുറിച്ചും അതിൻ്റെ കാറ്റഗറികളെക്കുറിച്ചും ഇമേജുകളെക്കുറിച്ചും ഒക്കെ പലവിധ സംശയങ്ങളുണ്ടായിരുന്നു. അതൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല, എക്സാമിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായല്ലോ. എല്ലാവർക്കും എക്സാം സിറ്റി സ്ലിപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെയുള്ള ഫോട്ടോയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങളോ മാർക്കിൻ്റെ കാര്യങ്ങൾക്കൊന്നും നീറ്റ് എക്സാമിന് യാതൊരു തരത്തിലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. പകരം മെയ് 5-ാം തീയതി 2 മുതൽ 5:20 വരെ നാം എത്രത്തോളം OMR അർപ്പിക്കുന്നു, 180 കൃത്യമായ ഉത്തരങ്ങളിൽ എത്തിച്ചേരുന്നു എന്നുള്ളത് മാത്രമേ നീറ്റ് 2024 ഭാവിക്ക് അനുകൂലമാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി, ഈ മെയ് 5-ാം തീയതി നമ്മൾ എന്തൊക്കെയാണ് തയ്യാറെടുക്കേണ്ടത്, എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാനിങ് കൂടി ഉള്ളതാണ് ഈ തലയാഴ്ച എന്ന് പറയുന്നത്. അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ, അതുപോലെ തന്നെ വാലിഡ് ID പ്രൂഫ്, ഡ്രസ് കോഡ്, നമ്മൾ എങ്ങനെയാണ് പോവേണ്ടത്, എത്ര ദൂരത്തിലായിരിക്കും എന്നൊക്കെ അറിയാം. നമ്മുടെ ഒരു ജില്ലയിൽ തന്നെയാണ്. എന്താണെങ്കിലും നമ്മളൊരു 1-1.5 മണിക്കൂർ മാക്സിമം യാത്ര ചെയ്താൽ മാത്രം മതിയാകും. അതെങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യേണ്ട ഒരു സമയവും കൂടിയാണ് തലയാഴ്ച. കാരണം ഒരിക്കലും 4-ാം തീയതി ഇതിനായിട്ടൊന്നും നിങ്ങൾ ദയവായിട്ട് ഹർബറി ആവരുത്. നോർമലി നമ്മൾ എല്ലാവരും വിചാരിക്കുന്ന 5-ാം തീയതി അല്ലേ നമുക്ക് 4-ാം തീയതി എടുത്ത് വെക്കാം എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 4-ാം തീയതി എന്ന് പറയുന്നത് നമ്മൾ വേറൊരു മാനസികാവസ്ഥയിലൂടെ ഇരിക്കുന്ന സമയമാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴുള്ള സമയത്ത് ഞാൻ പറയുന്നത് ഒരു 2-ാം തീയതി എങ്കിലും നിങ്ങൾ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും, ഈവൻ നിങ്ങൾ ഇടാനുള്ള ഡ്രസ്സ്, നിങ്ങൾ അന്ന് ഉപയോഗിക്കേണ്ട ചപ്പല്, നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാറ് പറഞ്ഞ പോലെ അഡ്മിറ്റ് കാർഡ്, ഫോട്ടോ, അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒരു 2-ാം തീയതിയെ നിങ്ങൾ എടുത്ത് ഒരു കവറിനകത്ത് പ്രത്യേകമായിട്ട് പാക്ക് ചെയ്ത് വെക്കുക. ഇനി അവിടെയും കുറച്ച് കൂടുതൽ ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി ഒരു ചെക്ക് ലിസ്റ്റ് പോലെ എഴുതി നിങ്ങളുടെ റൂമിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചാലും മതി. എന്നിട്ട് അന്ന് 5-ാം തീയതി ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ 4-ാം തീയതി രാത്രി നിങ്ങൾ ആ കവർ ഒന്ന് പൊട്ടിച്ച ചെക്ക് ലിസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടിക്ക് ചെയ്ത് എല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി ഇറങ്ങുക. അപ്പോൾ അതും കൂടി ചെയ്യുമ്പോഴേക്കും നമ്മളൊന്നും അവിടെ ചെന്ന് എക്സാം ഹാളിൻ്റെ അല്ലെങ്കിൽ ആ ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഞാൻ അത് മറന്നു ഇത് മറന്നു എന്ന് പറഞ്ഞ് പാനിക്കായി നമ്മുടെ ഫുൾ ആ ഒരു ഡേ കളയേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾ ഒരു 2-ാം തീയതി തന്നെ തയ്യാറെടുക്കണം. ഡ്രസ്സൊക്കെ നേരത്തെ എടുത്ത് വെക്കുക. ചെരുപ്പ് പോലും നേരത്തെ തന്നെ എടുത്ത് വെക്കുക. നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കവറിനകത്താക്കി നിങ്ങൾ വെക്കും. എന്നിട്ട് അതൊരു ചെക്ക് ലിസ്റ്റ് എഴുതി നിങ്ങളൊന്ന് ഒട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയോ ചെയ്യൂ. അന്ന് രാവിലെ തീർച്ചയായും നമുക്ക്, കാരണം ഈ വാലിഡ് ID പ്രൂഫിന്റെ കാര്യത്തിൽ നമുക്കറിയാം. കുട്ടി ഹോസ്റ്റലിലായിരുന്നു അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വന്നപ്പം ഈ യാത്രയ്ക്കൊക്കെ എവിടെയെങ്കിലും ചിലപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തപ്പിയാൽ കിട്ടത്തില്ല. അതുകൊണ്ട് അതെല്ലാം നേരത്തെ വാലിഡ് ID പ്രൂഫ്, ആധാറുണ്ട്, ഒന്നും വേണ്ട, ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്, അതെല്ലാം നിങ്ങൾ എടുത്തു വെച്ചേക്കുക. അല്ലാതെ ആധാർ മാത്രമായിട്ട് വേണ്ട, ആധാർ എടുക്കാം, ഈ ആധാർ വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, ആധാർ എൻറോൾമെൻറ്റ് ഫോം ഉണ്ടെങ്കിൽ എടുക്കാം, നമുക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ എടുക്കാം, 12th 12ാം ക്ലാസ്സിൻ്റെ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കാം, ഇലക്ട്രൽ ID കാർഡ് എടുക്കാം, പാൻ കാർഡ് എടുക്കാം. അപ്പം 1-2 ID പ്രൂഫ് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കി വെക്കുകയും, കാരണം നീറ്റിന് അപ്ലൈ ചെയ്തപ്പോഴത്തെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ, ഏറ്റവും പുതിയ ഫോട്ടോ ഉള്ള ഏതാണ് ID പ്രൂഫ്, ഇത് ദയവായിട്ട് ഈ ഏറ്റവും അടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ നിങ്ങളത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി അത് പ്രത്യേകം ഒന്ന് മാറ്റി വെക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അതുപോലെ തന്നെ ഫോട്ടോ
പലരും നമുക്കറിയാം നമ്മുടെ ഇമെയിലിൽ സോഫ്റ്റ് കോപ്പി കിട്ടിയിട്ടാണ് നമ്മൾ നീറ്റിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഇനി നമുക്കത് പ്രിൻ്റ് ഔട്ടായിട്ട് വേണം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത അതേ ഫോട്ടോ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും 1 പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും, അതായത് 2 ചെറിയ ഫോട്ടോയും 1 വലിയ ഫോട്ടോയും, അതിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. കാരണം 4-ാം തീയതി രാത്രിയിൽ ധാരാളം കുട്ടികൾ ഓടിയ ചരിത്രം നമുക്കറിയാം. ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഫോട്ടോ എടുക്കാൻ പോകുന്നു, ആധാർ എടുക്കാൻ പോകുന്നു. അതുകൊണ്ട് അത് നമുക്കെങ്കിലും ഒഴിവാക്കാം. 4-ാം തീയതിയിലേക്ക് നമുക്കൊന്നും മാറ്റി വെക്കണ്ട. 4-ാം തീയതി നമുക്ക് ഏറ്റവും സമാധാനമായിട്ട് നന്നായിട്ട് ഉറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കേണ്ട ഒരു ദിവസമാണ് ഇത്. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി പരതി നടന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി നമ്മൾ സ്ട്രെസ്ഡ് ആകേണ്ട ഒരു ഡേ അല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 5-ാം തീയതിയേക്കാളും കുറച്ചുകൂടെ ക്രൂഷ്യലാണ് 4-ാം തീയതി. കാരണം 4-ാം തീയതിയുടെ നമ്മുടെ മെന്റൽ കണ്ടീഷൻ 5-ാം തീയതി ഡെഫിനറ്റ് ആയിട്ടും ബാധിക്കും. അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് ഉറങ്ങി എണീക്കുക എന്നുള്ളതാണ്. അങ്ങനെ എത്ര പേർക്ക് പറ്റും എന്നറിയില്ല, എങ്കിൽ പോലും നമ്മളത് മാക്സിമം ശ്രമിച്ചേ പറ്റൂ. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു 2-ാം തീയതി 3-ാം തീയതി തന്നെ എല്ലാം ഒപ്പിച്ച് വെക്കുക. ആ ഒരു 4-ാം തീയതി അല്ല, 4-ാം തീയതി നമ്മുടെ മുൻപിലേ ഇല്ല. നോർമലി നമ്മളെല്ലാവരും ഈ 4-ാം തീയതി ഓടുന്ന ആൾക്കാരാണ്. സാറ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒത്തിരി കുട്ടികൾ ടെക്സ്റ്റൈൽസ് അടച്ചുപോയി എന്ന് പറഞ്ഞിട്ട് രാത്രി 8:30-ക്ക് എന്നെ വിളിച്ച് കരഞ്ഞ കുട്ടികൾ പോലും ഉണ്ട് ആ സമയത്ത് ഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊന്നും ഉണ്ടാകരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ സാർ ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോൾ നമ്മുടെ ഒരു സ്കൂളിൻ്റെ നടയിൽ ഒരു കുട്ടി പോസ്റ്റ് കാർഡ് ഫോട്ടോ ഇല്ലാതെ വന്നിട്ട് അപ്പോഴേ കിടന്ന് ഓടുന്ന ദൃശ്യം, ആ കുട്ടിയുടെ കരച്ചിലും രക്ഷിതാക്കളുടെ കരച്ചിലും ഒക്കെ ഞങ്ങൾ നേരിട്ട് കാണുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളിലും ഉണ്ടാകരുത്. ആ ഒരു സമയം ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ്. പരീക്ഷ എങ്ങനെ എഴുതുന്നു എന്നുള്ളത് 2-ാമത്തെ കാര്യമാണ്. അതിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-ാമത്തെ കാര്യം. കാൻഡിഡേറ്റ് റിലാക്സ്ഡ് ആകണമെങ്കിൽ പേരൻസ് റിലാക്സ്ഡ് ആവണം. ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് അവരില്ലെങ്കിൽ പോലും നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ഏറ്റവും സന്തോഷത്തോടെ ഇരുന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കുട്ടിയും ഏറ്റവും കംഫർട്ടായിട്ട് ചിരിച്ച് സന്തോഷിച്ച് ഏറ്റവും സമാധാനത്തോടുകൂടി എക്സാം ഹാളിലോട്ട് പോകും. നമുക്കറിയാം 1:30-ക്കാണ് ഗേറ്റ് ക്ലോസിംഗ് ടൈം. നമുക്കൊരു 11:30-ക്കെങ്കിലും നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തുന്ന പോലെ വേണം യാത്ര പ്ലാൻ ചെയ്യാനായിട്ട്. കാരണം 11:30-ക്കെങ്കിലും എത്തി ആവശ്യത്തിന് ഫുഡ്, ഒത്തിരി അനാവശ്യമായിട്ട് നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ഫുഡുകളൊന്നും നമ്മൾ കഴിക്കേണ്ട. ഏറ്റവും നോർമലായിട്ടൊരു 11:30-ക്ക് നമ്മൾ ചെല്ലുന്നു. ഭക്ഷണം കഴിക്കാനുള്ള ധാരാളം സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് വെള്ളം കുടിച്ച് വാഷ്റൂമൊക്കെ നമ്മൾ ഉപയോഗിച്ച് ഏറ്റവും കംഫർട്ടായിട്ടൊരു 12:30-12:45 ആകുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. കാരണം അവിടെ നമുക്ക് ആദ്യം എന്താണ് ചെയ്യുക, മെറ്റൽ ഡിറ്റക്ടറിലൂടെ നമ്മളെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുട്ടിയുടെ ബയോമെട്രിക് സ്കാനിങ് ആണ്. കാൻഡിഡേറ്റിന് ബയോമെട്രിക് എടുക്കും. ഇൻ കേസ് ബയോമെട്രിക് കിട്ടിയില്ലെങ്കിൽ ഒരാളും പേടിക്കേണ്ടതായിട്ടില്ല. ഒരു അഫിഡേവിറ്റിനകത്ത് എൻ്റെ ബയോമെട്രിക് തെളിഞ്ഞിട്ടില്ല, ഞാൻ ഇന്ന വ്യക്തി തന്നെയാണെന്നുള്ള ഒരു സമ്മതപത്രം നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അതൊക്കെ ഒരു നോർമൽ പ്രൊസീജിയറാണ്. അപ്പം മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടക്കുന്നു, അതിനുശേഷം നമ്മൾ ബയോമെട്രിക് എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ഐറിസ് സ്കാൻ ചെയ്യുന്നു, അതായത് നമ്മൾ ഫോട്ടോ എടുക്കുന്നുണ്ട്, അവിടെ നമ്മുടെ വീഡിയോ എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1:15 നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്ന റോൾ നമ്പർ ആയിട്ടുള്ള നമ്മളുടെ സീറ്റിൽ നമുക്ക് ഇരിക്കാം. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യുന്നു. 1:30 മുതൽ 1:45 വരെ ഇൻസ്ട്രക്ഷൻസ് ആ ഇൻവിജിലേറ്റർ നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്കിതുപോലെ ബൈഹേർട്ട് ആയതുകൊണ്ട് നമുക്കിതറിയാം. പക്ഷേ പുതിയതായിട്ടുള്ള ധാരാളം കുട്ടികൾ ആ ക്ലാസ് റൂമിൽ ഉള്ളത് കൊണ്ട് നമ്മളും അത് വളരെ ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യാൻ പാടില്ല, അവർ പറയുന്നത് അനുസരിക്കുക. അതിനകത്ത് നമ്മൾ നിയമങ്ങളുടെ വശങ്ങളോ മറ്റുള്ള ഒരു വികാരങ്ങളോ വേണ്ട. തീർച്ചയായിട്ടും. അപ്പോൾ 1:30 മുതൽ 1:45 വരെ അവർ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പറയും. എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുക. ചിലപ്പോൾ ചിലർ പറയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പാടില്ല, അവസാനത്തെ പേജിലേ ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾക്ക് 2 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ പല കാര്യങ്ങളും പറയും. എന്തവർ പറഞ്ഞാലും അത് നമ്മൾ അങ്ങേയറ്റം പൂർണ്ണമായിട്ട് പാലിക്കുക. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതുന്നതുകൊണ്ടോ അതാത് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്യുന്നുണ്ടെന്നും നിയമപരമായിട്ട് യാതൊരു തടസ്സവുമില്ല. നമുക്ക് ഇപ്പം 100% അറിയില്ലാത്തതിന് ആൻസർ നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മുടെ റഫ് വർക്ക് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ഇടയിലൊക്കെ ചെയ്യാം. അതൊന്നും നിയമപരമായിട്ട് തടസ്സമില്ല. എങ്കിലും അവിടെ കംഫർട്ട് ആകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനത്തെ പേജ് കീറി എടുത്തിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്യരുത്. കാരണം ആ ഇൻവിജിലേറ്റർ അത് കണ്ടു കഴിയുകയും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പാനിക്കാവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ കീറി എടുക്കാനായിട്ട് നിങ്ങൾ ദയവായിട്ട് ശ്രമിക്കരുത്. അത് അവർ പറയുന്ന അനുസരിക്കുക. ഹാളിൽ നടക്കുന്ന ഓരോ കാര്യവും ചിലപ്പോൾ ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്ക് ഈ പറയുന്ന പോലെ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു ബയോമെട്രിക്സ് തന്നെ അത് പതിഞ്ഞില്ലെങ്കിൽ ഇനി എൻ്റെ അഡ്മിഷൻ ക്യാൻസൽ ആകുമോ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കണം. ഇൻ കേസ് ഒരു ഫോട്ടോ എടുത്തപ്പോൾ ഇച്ചിരി
മാറിപ്പോയി, അതുപോലും നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ മാറിപ്പോകുന്നല്ല ഞാൻ പറയുന്നത്. എങ്കിൽ പോലും ഈ ഓരോ കാര്യങ്ങളും ഇതിലൊന്നും തന്നെ നിങ്ങൾ വലിയതായിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഇതെല്ലാം നോർമൽ പ്രൊസീജിയറാണ്. എവിടെ വേണമെങ്കിലും ഒരു ടെക്നിക്കൽ എറർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഈ വരുന്നത് പോലെ നിങ്ങളെ എപ്പോഴും സ്നേഹിച്ച് വളരെ പാമ്പേർഡ് ആയിട്ട് സംസാരിക്കുന്ന, ഏറ്റവും സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇൻവിജിലേറ്റർ നിങ്ങളെ തേടി എത്തുമെന്നും നിങ്ങൾ ഒരിക്കലും കരുതണ്ട. അപ്പൊ ചിലപ്പോൾ നല്ല റഫായിട്ട് പറയുന്ന, നല്ല റൂഡായിട്ട് പറയുന്ന, എന്താ ഇതുവരെ എഴുതി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന, പെട്ടെന്ന് ഒപ്പിട് കുട്ടിന്ന് ദേഷ്യപ്പെട്ട് പറയുന്ന ഒരാളായിരിക്കാം വരുന്നത്. ഇതൊന്നും തന്നെ നിങ്ങളെ ബാധിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്ന് നെഗറ്റീവ് സൈഡ് പറയുന്നതെന്ന് ചോദിച്ചാൽ പോസിറ്റീവ് സൈഡ് നിങ്ങൾക്ക് ഓക്കെയാണ്. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതാണ്. നിങ്ങൾ മാത്രമല്ല, നമ്മളെല്ലാവരും ഏറ്റവും പോസിറ്റീവ് ഇഷ്ടപ്പെടുന്ന, കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഹ്യൂമൻ ബീയിങ്സ്. പക്ഷെ എപ്പോഴും നമ്മുടെ ചുറ്റിൽ നിന്നും അത് കിട്ടണം എന്നില്ല. പ്രത്യേകിച്ചും എക്സാമിനേഷൻ ഹാളിൽ നിൽക്കുന്ന ഇൻവിജിലേറ്റർ ആയാലും, നമ്മളെ ചെക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും, ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരായാലും, ഇവരൊക്കെ അവരും ഈ പറയുന്ന പോലെ ഒത്തിരി സമയമായിട്ട് നിന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ, ചൂട്, ഇതെല്ലാം അവരും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പൊ അതിലുണ്ടാകുന്ന ചേഞ്ച്, അവരുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചോ ആ ആംബിയൻസോ ഒന്നും തന്നെ നിങ്ങളെ ഒരു തരത്തിലും തൊടാൻ പാടില്ല. നിങ്ങൾ ഇത് കേട്ട് നിങ്ങളത് സെൽഫായിട്ട് ഓക്കെ ഇതെല്ലാം സാറും മാമും പറഞ്ഞു തന്നിട്ടുണ്ട്, ഞങ്ങൾ കോൺഫിഡന്റ് ആണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം, ഒരു കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേണം. നമുക്കാണ് ഈ നീറ്റ് എക്സാം എത്രത്തോളം കംഫർട്ട് ആകേണ്ടത്. ഇത് നമുക്കാണിത് ഏറ്റവും നല്ല രീതിയിൽ നടക്കേണ്ടത്, മറ്റൊരാൾക്കുമല്ല, NTA-ക്കല്ല, അവിടുത്തെ ചീഫ് സൂപ്പർവൈസർക്കല്ല, നമുക്കാണ് നീറ്റ് എക്സാം ഏറ്റവും നന്നായിട്ട് നടക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ച് ബിഹേവ് ചെയ്യുക. ഇപ്പൊ 2 മണിക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു എക്സാം സെന്ററിൽ 1 മിനിറ്റ് താമസിച്ചാണ് തന്നതെങ്കിൽ ഉടനെ നമ്മൾ അവിടെ പാനിക് ആവേണ്ടതില്ല. നമുക്ക് 3 മണിക്കൂറും 20 മിനിറ്റും ധാരാളം സമയമുണ്ട്. 5 മിനിറ്റ് താമസിച്ചു എന്ന് വിചാരിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് കാണാതെ പോവില്ല. തീർച്ചയായിട്ടും നമുക്ക് ആവശ്യത്തിന് സമയം ലഭിക്കും. അതുപോലെ തന്നെ ചില കുട്ടികളെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടനെ 200 ചോദ്യങ്ങൾ എളുപ്പമാണോ എന്ന് വായിച്ചു നോക്കുന്നത് കണ്ടിട്ടുണ്ട്. ദയവായിട്ട് അതും ആവർത്തിക്കരുത്. എളുപ്പമാണ്, നമ്മൾ എളുപ്പമാണെന്ന് വിചാരിച്ച് സ്പീഡ് കൂട്ടുകയും ചെയ്യണ്ട. മുഴുവൻ ചോദ്യങ്ങളും എളുപ്പമാണ്. എവിടെയെങ്കിലും നിങ്ങളൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കരുത് എന്ന് മാത്രം. എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒന്നത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകാനുള്ള ഒരു സമയം നിങ്ങൾ കാണിക്കുകയും ചെയ്യണം. അപ്പോൾ അവിടെയൊക്കെ എപ്പോഴും നിങ്ങളൊന്ന്, കാരണം അറിയാം നമുക്ക് എക്സാം തുടങ്ങി ആദ്യത്തെ ഒരു അരമണിക്കൂറൊക്കെ നമ്മളൊരു കംഫർട്ടായിരിക്കും, സമയത്തിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കും. അല്പം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എക്സാം സെൻറ്ററും ഇതെല്ലാം നമ്മൾ മറന്നിട്ട് നമ്മൾ സ്പീഡ് കൂട്ടും. പക്ഷെ അവിടെയൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യാനും, ഒരു 40 ക്വസ്റ്റ്യനൊക്കെ കഴിയുമ്പോൾ ഒന്ന് നിർത്തി ഒരു ബ്രീത്ത് ഒക്കെ നന്നായി എടുത്ത് ചെയ്ത് ആ എക്സാം സെൻറ്ററിലൊക്കെ ഒന്ന് വീക്ഷിച്ച് വീണ്ടും നമ്മൾ എക്സാം ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മനുഷ്യനല്ലേ, 3 മണിക്കൂർ 20 മിനിറ്റ് ഒന്നും നമുക്ക് എഫേർട്ട് എടുക്കാനാവില്ല. അതുകൊണ്ട് ഒരു അരമണിക്കൂറല്ല 3/4 മണിക്കൂർ കഴിയുമ്പം ഒന്ന് റിലാക്സ് ചെയ്യുക, ഒന്ന്. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ലാസ്റ്റ് ഒക്കെ എത്തുമ്പോൾ സാർ അവർ പറയാറുണ്ട്, ഞാൻ ലാസ്റ്റ് മാറ്റി വെച്ച ക്വസ്റ്റ്യനുകൾക്കാണ് എനിക്ക് അറിയായിരുന്നു മിസ്സേ, പക്ഷെ അത് തെറ്റിപ്പോയി എന്ന് പറയും. അവിടെ ഈ സാർ പറഞ്ഞ ഈ കാര്യത്തിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരോഗ്യം നമ്മളിങ്ങനെ 3 മണിക്കൂർ 20 മിനിറ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ ഒന്ന് സാച്ചുറേറ്റഡ് ആയി പോവാണ്. സോ അങ്ങനെ ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് അവനെ പോകാൻ സമ്മതിക്കരുത്. ഇൻ ബിറ്റ്വീൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഫിസിക്സ് കഴിഞ്ഞ് കെമിസ്ട്രിയിലേക്ക് പോകുന്നതിന് മുൻപെങ്കിലും ഒന്ന് ഈ പറയുന്ന പോലെ ഒന്ന് ഫ്രഷ് ആയി ഡീപ് ബ്രീത്ത് ഒക്കെ എടുത്ത് കൈയൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് റെഡിയായി എല്ലാവരെയൊക്കെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞ് ചുറ്റും നോക്കിക്കൊണ്ടിരുന്ന സമയം കളയാനല്ല പറയുന്നത്. എങ്കിൽ പോലും ഒരു ഫ്രാക്ഷൻ ഓഫ് മിനിറ്റ് ആണ്. അതാണ് അത്രയും നിങ്ങൾ ചെയ്തിട്ട് വീണ്ടും അടുത്തതിലേക്ക് പോവുക. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് എഴുതുമ്പോഴാണ് ഏറ്റവും അവസാനം വരുന്ന സാധനങ്ങൾ നമ്മൾ ചിലപ്പോഴും കാണുന്നില്ല. ഈ ഏറ്റവും ലാസ്റ്റ് വന്ന് സംസാരിച്ച ഒരു കുഞ്ഞു എന്നോട് പറയുന്നു, മിസ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ടി ലെവൽ തോന്നുന്നത് ഞാൻ മാറ്റി വെക്കാറുണ്ട്, പക്ഷെ ഈ മാറ്റി വെക്കുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനം ചെയ്യുന്ന ഒരു 2-3 ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും തെറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് എഴുതി തീരുമോ, ഇതും കൂടി എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റുമോ, ഫുൾ മാർക്ക് കിട്ടുമോ എന്നുള്ള ടെൻഷൻ. കാരണം ആ സമയത്ത് ഭയങ്കരമായിട്ട് ബ്രെയിനായിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണ്. അത് വേണ്ട. നമ്മളൊരു സാച്ചുറേറ്റഡ് കണ്ടീഷനിലേക്ക് പോകാതെ എപ്പോഴും നമ്മളെ സിസ്റ്റത്തിന് നമ്മൾ കീപ്പ് ചെയ്യുക. ഈ വേർഡുകളെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ മനസ്സിൽ എപ്പോഴും ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ആ ദിവസം നിങ്ങളുടെ ചെവിയിൽ തന്നെ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴെല്ലാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അയ്യോ എന്ന് തോന്നുന്ന നിമിഷം പടപടപടാ അയ്യോ സമയം എന്ന് വിചാരിക്കുന്നതിന് പകരം ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷ നിങ്ങൾ ആദ്യം കാണുന്ന ക്വസ്റ്റ്യൻ എത്ര ഡിഫിക്കൽട്ട് ആയാലും റിലാക്സ്ഡ് ആയിട്ട് ചെയ്താൽ അത് കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുന്ന സമയത്തും അയ്യോ എനിക്കെല്ലാം അറിയാമെന്ന എക്സൈറ്റ്മെന്റിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ടെൻസ്ഡ് ആയിട്ട് തെറ്റിക്കും, 2 നമ്മൾ
എക്സൈറ്റഡ് ആയിട്ട് തെറ്റിച്ച്. അപ്പോൾ ഈ രണ്ടും ഇല്ലാതെ ഏറ്റവും നമ്മളൊരു സ്റ്റേബിൾ കണ്ടീഷനിലൂടെ വേണം ഓരോ ക്വസ്റ്റ്യനിലൂടെയും കടന്നു പോകാൻ. ഒരുപാട് എക്സൈറ്റ്മെന്റും വേണ്ട, ഒരുപാട് ഡിപ്രഷനും വേണ്ട. നമ്മളൊരു മീഡിയം കണ്ടീഷനിൽ ഇരുന്ന് വേണം ക്വസ്റ്റ്യൻ വായിക്കാൻ. ഓരോ വേർഡും വായിക്കണം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വായിച്ച് ഈ പറയുന്ന തെറ്റിക്കുന്ന, പ്രത്യേകിച്ചും ഈ അവസാന നിമിഷം ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾ, നിങ്ങൾ മാറ്റി വെക്കുന്ന ക്വസ്റ്റ്യനുകളായിരിക്കുമല്ലോ നിങ്ങൾ ഇച്ചിരി കുഴപ്പിക്കുന്നത്. അത് നിങ്ങൾ ഓരോ വേർഡും വായിക്കണം. ക്വസ്റ്റ്യൻ ആസച്ച് അല്ല, ഓരോ വേർഡും വായിച്ച് ഈ വേർഡ് എന്താണ് മീൻ ചെയ്യുന്നത്, ഇതാണോ, ഓക്കെ ഒന്നുകൂടെ ഒന്ന് വായിച്ച് എന്നിട്ട് വേണം മുഴുവൻ സെന്റൻസും വായിച്ച് പിന്നെ ഓരോ സെന്റൻസ് വായിക്കുക. പിന്നെ എന്തായാലും 2-3 സെന്റൻസ് ആകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആവും. അങ്ങനെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷനിലേക്ക് തീർച്ചയായിട്ടും. കാരണം അതുപോലെ തന്നെ നമ്മൾ OMR നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ ഡോട്ട് ഇട്ട് വെക്കുകയോ മാർക്ക് ചെയ്ത് വെക്കുകയോ ദയവായിട്ട് ഒന്നും ചെയ്യരുത്. കാരണം OMR ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ അതിൻ്റെ ആൻസറിലോട്ട് എത്തി, നമ്മളത് ഒന്നും കൂടെ വായിക്കുന്നു, വീണ്ടും ഒന്നും കൂടെ വായിക്കുന്നു, ഏറ്റവും ഉറപ്പായി 100% നമുക്ക് ഉറപ്പാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ നോക്കുന്നു. അങ്ങനെ ഉറപ്പാണെങ്കിൽ മാത്രം നമ്മളത് OMRലോട്ട് ചെയ്യുന്നു. അതല്ലാതെ നമ്മൾ കുറേ എണ്ണം ഡോട്ടിട്ട് വെക്കുകയോ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വെച്ചിട്ട് അവസാനം ചെയ്യാമെന്ന് പറയുകയോ അങ്ങനെ ഒന്നും ദയവായിട്ട് ചെയ്യരുത്. നമുക്ക് 100% ഉറപ്പായാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ നമ്പറിന് നേരെ നമ്മൾ എഴുതുക, അത് പൂർണ്ണമായിട്ട് ബബിൾ ചെയ്യുക. OMRൽ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും 3 മണിക്കൂർ 20 മിനിറ്റും 5:20 തീരുന്നിടം വരെ ആ ചോദ്യം വായിച്ച് നോക്കാനും പോകരുത്. നമുക്ക് ബാക്കി ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരെണ്ണം മറ്റൊരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് തെറ്റിപ്പോയി തോന്നുന്നത്. ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ തെറ്റാൻ സാധ്യതയുള്ളത് 1-2 ആണ്. ബാക്കിയുള്ള 178 എണ്ണം നമുക്ക് മുമ്പിലുണ്ട്. 710 മാർക്ക് മേടിക്കാൻ അത് മതി. അല്ലാതെ 2 ക്വസ്റ്റിന് വേണ്ടി നമ്മൾ ചിന്തിച്ച് പിന്നെ പാനിക് ആയി കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റിനുകളെല്ലാം പോകും. ഇത് എനിക്ക് തോന്നുന്നു ഞാനും സാറും ഈ ഒരു ഡ്രീം 720 തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങളോട് പല എപ്പിസോഡുകളായിട്ട് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ പോലും OMR നിങ്ങൾ ഓരോ ക്വസ്റ്റിനും അപ്പോൾ തന്നെ കൃത്യമായി ബബിൾ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ എപ്പോഴും നോക്കിയിരിക്കണം. ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ നമ്പർ നോക്കാതിരിക്കാൻ പാടില്ല. അതുപോലെ OMR പൂരിപ്പിക്കുമ്പോഴത്തുള്ള കാര്യമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. റോൾ നമ്പർ ഡിജിറ്റായിട്ട് എഴുതുന്നു, നമ്മൾ അതുപോലെ ബബിൾ ചെയ്യുന്നു. ഇൻ കേസിന് തെറ്റിപ്പോയാലും ഉടനെ പകരം ഒരു OMR തരാമോ നിങ്ങൾ ചോദിക്കുകയോ അത് മേടിക്കുകയൊന്നും ചെയ്യണം. അങ്ങനെ തരില്ല. ആ OMR നിങ്ങളുടേതാണെന്നുള്ളത് NTA വ്യക്തമായിട്ട് അറിയാം. കാരണം അത് സീരിയൽ നമ്പറിലാണ്. റോൾ നമ്പർ തെറ്റിപ്പോയെന്നോർത്തും ഒരിക്കലും നമുക്ക് നീറ്റ് എക്സാമിനെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് 180 ബബിളുകൾ അത് മാത്രമേ NTA നമുക്ക് ഒരു റാങ്കിങ്ങിന് ഡിസൈഡായിട്ട് തരികയുള്ളൂ. ആ രീതിയിൽ നമുക്ക് മെയ് 5 എത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പരീക്ഷ എഴുതുമ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇതാണ്, അപ്പോൾ അത് ഞാൻ പ്രയോറിറ്റി കൊടുക്കാം, കൂടുതൽ സമയം കൊടുക്കാം, അങ്ങനെ ഒന്നും കരുതണ്ട. എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്കാണ്. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഓരോ ക്വസ്റ്റിനും നിങ്ങൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്, ഈക്വൽ വെയിറ്റേജ് ആണ് എല്ലാത്തിനും ഉള്ളത്. അപ്പോൾ ബയോളജി കൂടുതൽ എഴുതിയെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ഫിസിക്സ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് അതിന് കൂടുതൽ മാർക്കോ, ബയോളജിക്ക് പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ മാർക്കോ അല്ല, ഈക്വൽ മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ പ്രയോറിറ്റി കൊടുത്ത്, ഹാർഡ് ആണെങ്കിലും ഒരേ പ്രയോറിറ്റി ടൈം കൊടുത്ത്, ഒരേ സമയം കൃത്യസമയം കൊടുത്ത് തന്നെ എല്ലാ സബ്ജക്റ്റും നിങ്ങൾ എഴുതി തീർക്കണം. അതുപോലെ ഇനി വരുന്ന 8 ദിവസങ്ങളും ഇത് തന്നെയാണ്. എല്ലാത്തിനും, എല്ലാ ചാപ്റ്ററുകൾക്കും, എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേ പ്രാധാന്യം തന്നെ കൊടുത്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക. നമുക്കിവിടെ എളുപ്പം മാർക്ക് മേടിക്കാൻ പറ്റിയ ചാപ്റ്ററുകളൊക്കെ ഉണ്ട്, നമുക്കറിയാം, ഈസി സ്കോറിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി കൃത്യമായിട്ട് നമുക്ക് അറിയാം. നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. പ്രിപ്പറേറ്ററി ഏറ്റവും നല്ല ലെവലുള്ള ഒരു മോഡറേറ്റ് ടു ടഫ് ലെവലുള്ള നമ്മുടെ മോഡലുകളാണ് ഇപ്പോൾ പ്രിപ്പറേറ്ററിക്ക് വരുന്നത്. ബ്രില്യൻ്റ് അല്ലാത്ത മോഡലുകൾ, ഡെയിലി നടക്കുന്ന മോഡലുകൾ നീറ്റിൻ്റെ അതേ പാറ്റേണിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് മോഡലുകൾ അത് മതി നമുക്ക് എഴുതാനായിട്ടുള്ളത്. പ്രീവിയസ് ഇയർ നമുക്ക് വായിക്കാം. 20, 21, 22, 23 ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, ചെയ്തു നോക്കേണ്ടതായിട്ടില്ല. പകരം നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഇക്വേഷൻ ഫോർമുലകളൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടായിരിക്കാം, അല്ലെങ്കിൽ ബ്രെയിൻ പോയിന്റർ ആയിരിക്കാം. കെമിസ്ട്രി, ഇൻഓർഗാനിക് നിർബന്ധമായിട്ടും എന്നും നിങ്ങൾ ഇൻഓർഗാനിക് ഒന്ന് നോക്കിയിരിക്കണം. കാരണം അത് നമുക്ക് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഒരു ടോപ്പിക്കും നോക്കാതെ മാറ്റി വെക്കരുത്. എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കിലൂടെ ഒന്ന് കണ്ണോടിച്ചെങ്കിലും നിങ്ങളത് കുത്തിയിരുന്ന് വീണ്ടും വീണ്ടും പഠിക്കണം എന്നല്ല പറഞ്ഞത്. അത് നിങ്ങൾ ഒന്ന് വായിക്കുമ്പോൾ തന്നെ കാരണം ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മറിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് ഇനി കൂടുതൽ ഉപയോഗിച്ച് എല്ലാ സബ്ജക്റ്റിനും ഒരേ പ്രാധാന്യം കൊടുത്ത് ഏറ്റവും ഹെൽത്തി ആയിട്ട് ബോത്ത്
മെന്റലി ആൻഡ് ഫിസിക്കലി. അങ്ങനെ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വേണം മെയ് 5-ാം തീയതി പോകാൻ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഡ്രീം 720 എന്നുള്ള ഈ പ്രോഗ്രാം ഞങ്ങൾ വൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഡെഫിനറ്റ് ആയിട്ടും ഞങ്ങളോടൊപ്പം 720-കാർ ഉറപ്പായും ഉണ്ടാകും. എൻറ്റയർ ബ്രില്യൻ ടീം, ഞങ്ങളുടെ ഫാക്കൽറ്റി, നോൺ ടീച്ചിങ് സ്റ്റാഫ്, മാനേജ്മെൻറ്റ്, അതുപോലെ നിങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ 5-ാം തീയതി ഞങ്ങൾ വെളിയിലുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നല്ല മനഃശക്തിയോടുകൂടി ഏറ്റവും നല്ല അവൻ അച്ചീവ് ചെയ്തിരിക്കുന്നതനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് OMRലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഒരു പക്ഷേ നമ്മൾ കാണുന്നത് 5-ാം തീയതിക്ക് ശേഷമായിരിക്കാം. അന്ന് ഒരു 720 നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ വിടവാങ്ങുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.